ടെഹ്റാനിൽ വെള്ളിയാഴ്ച നടന്ന ഒരു ചടങ്ങിൽ ഇറാൻ സൈനിക മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസാവി ഇസ്രയേൽ വീണ്ടും സൈനിക നടപടിക്ക് മുതിർന്നാൽ ഇറാനിൽ നിന്ന് വിനാശകരമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. അത്തരമൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് പോലും കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവർ ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർ കാണും. ആ ഘട്ടത്തിൽ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കയ്ക്ക് പോലും രക്ഷിക്കാൻ കഴിഞ്ഞേക്കില്ല, മൗസാവി ഊന്നി പറയുന്നു. രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യാഘാതത്തിന് ഇറാൻ ആസൂത്രണം ചെയ്തുവെന്നും എന്നാൽ അത് നടപ്പാക്കാൻ അവസരം ലഭിച്ചില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. പക്ഷേ വീണ്ടും ഇസ്രയേലി അതിക്രമമുണ്ടായാൽ രാജ്യം തീർച്ചയായും അത് നടപ്പാക്കും, ഇറാൻ സൈനിക മേധാവി വ്യക്തമാക്കി. ഈ പ്രസ്താവനകൾ മേഖലയിലെ നിലവിലുള്ള പിരിമുറുക്കങ്ങളെയും പ്രത്യേകിച്ച് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുതയുടെ ആഴത്തെയും അടിവരയിടുന്നു. ദശാബ്ദങ്ങളായി തുടരുന്ന ഈ ശീതയുദ്ധം സമീപകാലത്ത് പലപ്പോഴും സൈനിക ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തിയിരുന്നു. ഇറാൻ ആണവ പദ്ധതി, സിറിയയിലെ ഇസ്രയേലി ആക്രമണങ്ങൾ, ലെബനനിലെ ഹിസ്ബുള്ളയുമായുള്ള ഇറാന്റെ ബന്ധം എന്നിവയെല്ലാം ഈ സംഘർഷത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇസ്രയേൽ 15 വർഷത്തോളമായി ഇറാനെതിരെ ഒരു യുദ്ധം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മേജർ ജനറൽ മൗസാവി ആരോപിച്ചു. അവർ ഇറാനകത്ത് ചില നുഴഞ്ഞുകയറ്റക്കാരെ സംഘടിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഈ പദ്ധതി രാജ്യത്തെ നശിപ്പിക്കാനും അതിനെ ശിഥിലമാക്കാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങൾ ഫലം കണ്ടില്ലെന്നും മൗസവി കൂട്ടിച്ചേർത്തു. പരമോന്നത നേതാവിന്റെ വിവേകത്തെയും ജനങ്ങളുടെ ഇച്ഛാശക്തിയെയും സായുധ സേനയുടെ ശക്തിയെയും ശത്രുക്കൾ കുറച്ചു കണ്ടു, ഇറാൻ സൈനിക മേധാവി ചൂണ്ടിക്കാട്ടി. ഇസ്രയേലിന്റെ ഈ നീക്കങ്ങൾ ഇറാനെ ദുർബലപ്പെടുത്താനും രാജ്യത്ത് ആഭ്യന്തര കലഹങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങളായിരുന്നുവെന്ന് ഇറാൻ ഭരണകൂടം ദീർഘകാലമായി ആരോപിക്കുന്നുണ്ട്. ഇറാനിലെ പ്രതിപക്ഷ ഗ്രൂപ്പുകളെയും വിമതരെയും ഇസ്രയേൽ പിന്തുണയ്ക്കുന്നുവെന്നും അവർ ആരോപിക്കുന്നു. എന്നിരുന്നാലും ഈ ആരോപണങ്ങളെ ഇസ്രയേൽ പരസ്യമായി സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാറില്ല. സൈന്യത്തിനൊപ്പം രാജ്യത്തെ ജനങ്ങളും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരായ പോരാട്ടത്തിൽ ഐക്യത്തോടെ ഉറച്ചു നിന്നുവെന്ന് മൗസാവി എടുത്തു പറഞ്ഞു. ഇറാനിയൻ ജനത അതിന്റെ അന്തസ്സും സ്വാതന്ത്ര്യവും എളുപ്പത്തിൽ നേടിയെടുത്തതല്ല. ബാലഘാതകരായ ഭീകരരെ അവരുടെ സ്ഥാനത്തെത്തിക്കും വരെ അടങ്ങിയിരിക്കില്ല, അദ്ദേഹം പറഞ്ഞു. ഈ പ്രസ്താവന ഇറാനിയൻ ഭരണകൂടത്തിന് ജനങ്ങളുടെ ശക്തമായ പിന്തുണയുണ്ടെന്നും വിദേശ ഭീഷണികളെ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നുമുള്ള സന്ദേശമാണ് നൽകുന്നത്. ഇറാന്റെ പ്രതിരോധ തത്വചിന്തയിൽ ജനകീയ പങ്കാളിത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ബസിജ് സേന തുടങ്ങിയ സായുധ വിഭാഗങ്ങൾ സാധാരണ പൗരന്മാരെയും സൈനിക പരിശീലനത്തിൽ ഉൾപ്പെടുത്തുന്നു. ഇതൊരു യുദ്ധമുണ്ടായാൽ വലിയൊരു ജനവിഭാഗത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അണിനിരത്താൻ രാജ്യത്തെ സജ്ജമാക്കുന്നു. ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയും ഇറാന്റെ സൈനിക മേധാവിക്ക് വിമർശന വിധേയമാക്കി. അമേരിക്കയുടെ സഹായം പോലും നെതന്യാഹുവിനെ സംരക്ഷിക്കാൻ പര്യാപ്തമാകില്ലെന്ന മൗസാനിയുടെ പ്രസ്താവന മേഖലയിലെ അമേരിക്കയുടെ സ്വാധീനത്തെയും ഇസ്രായേലിന്റെ സുരക്ഷയെയും കുറിച്ചുള്ള ഇറാന്റെ വീക്ഷണത്തെ പ്രതിഫലിപ്പിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ഇറാനെതിരെ പ്രവർത്തിക്കുന്നുവെന്നാണ് ഇറാൻ നിരന്തരം ആരോപിക്കുന്നത്. അമേരിക്കയുടെ സാന്നിധ്യം മിഡിൽ ഈസ്റ്റിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ, മേഖലയിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഷിപ്പിംഗ് പാതകളുടെ സുരക്ഷ എന്നിവയെല്ലാം അമേരിക്കയുടെ സൈനിക സാന്നിധ്യത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ ഈ സാന്നിധ്യം മേഖലയിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിച്ചുവെന്നാണ് ഇറാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും വാദിക്കുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിലെ ഒരു പ്രധാന ഘടകം ഇറാന്റെ ആണവ പദ്ധതിയാണ്. സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് തങ്ങളുടെ ആണവ പദ്ധതിയെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോൾ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു മറയാണിതെന്ന് ഇസ്രയേലും പാശ്ചാത്യ രാജ്യങ്ങളും ഭയക്കുന്നു. ഇസ്രയേൽ ആണവായുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്നും എന്നാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും ഇറാൻ ആരോപിച്ചു. ഇറാന്റെ പ്രാദേശിക സ്വാധീനവും സംഘർഷത്തിന് കാരണമാകുന്നു. സിറിയ, ലെബനൻ, യമൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ ഇറാൻ അതിന്റെ സഖ്യകക്ഷികളെയും പ്രോക്സി ഗ്രൂപ്പുകളെയും പിന്തുണയ്ക്കുന്നു. ഇത് ഇസ്രയേലിനും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റ് അറബ് രാജ്യങ്ങൾക്കും ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു. ഈ പ്രോക്സി യുദ്ധങ്ങൾ പലപ്പോഴും മേഖലയ്ക്ക് വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കും അസ്ഥിരതയ്ക്കും കാരണമായിട്ടുണ്ട്. മേജർ ജനറൽ മൗസാവിയുടെ പ്രസ്താവനകൾക്ക് ഇറാന്റെ ശക്തമായ നിലപാടാണ് വ്യക്തമാക്കുന്നത്. ഇസ്രയേൽ ഒരു സൈനിക നീക്കത്തിന് മുതിർന്നാൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കുമെന്നും ഇറാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ ഭീഷണികൾ മേഖലയിലെ ഒരു വലിയ തോതിലുള്ള സംഘർഷത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. നയതന്ത്രപരമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള അടിസ്ഥാനപരമായ ഭിന്നതകൾ പരിഹരിക്കാൻ അവയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പലതവണ പരാജയപ്പെടുകയും പിരിമുറുക്കം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മേഖലയിലെ എല്ലാ രാജ്യങ്ങളും വലിയ തോതിലുള്ള സംഘർഷം ഒഴിവാക്കാൻ സംയമനം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതൊരു സൈനിക നടപടിയും വലിയ തോതിലുള്ള മാനുഷികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും.
അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടുകയും സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ എല്ലാ കക്ഷികളെയും പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇറാൻ സൈനിക മേധാവിയുടെ മുന്നറിയിപ്പ് മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷ സാധ്യതകളുടെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും സമാധാനപരമായ പരിഹാരങ്ങൾക്കായി ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്.